അനേകം വർഷങ്ങൾക്ക് ശേഷം 2018-ലും 2017-ലും എൻ്റെ ട്യൂമർ പൊട്ടിത്തെറിച്ച് 9/10 സെന്റിമീറ്റർ വലിപ്പത്തിൽ വളർന്നു. അതായത് ശരിക്കും എൻ്റെ തലച്ചോറിൻ്റെ 1/3 ഭാഗം തിന്നുപോയി. തലച്ചോറിലെ എന്തെങ്കിലും ഭാഗം തിന്നുപോയി നീക്കം ചെയ്താൽ അത് ഒരിക്കലും വീണ്ടും വളരാൻ കഴിയില്ല. എനിക്ക് ഗ്ലിയോബ്ലാസ്റ്റോമ ഉൾപ്പെടുന്ന ഭാഗങ്ങളുള്ള ഒരു അസമമായ ട്യൂമർ ഉണ്ടായിരുന്നു. അതാണ് നിലവിലുള്ളതിലെ ഏറ്റവും ആക്രമകമായ ട്യൂമർ. നിങ്ങൾക്കത് വാസ്തവത്തിൽ കാണാൻ കഴിയും. MRI സ്കാനിൽ കോൺട്രാസ്റ്റ് ഏജന്റ് ഉപയോഗിച്ചുള്ള ഒരു ചിത്രം ഞങ്ങൾ കാണിക്കും. ആ ട്യൂമറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടതായ ആർക്കൈവുകളിൽ ഒരു രേഖയില്ല. ട്യൂമറിന്റെ വലിപ്പം അനുസരിച്ച് ആളുകൾക്ക് ഏകദേശം 1 മുതൽ 2 വർഷം വരെ മാത്രമേ ജീവിക്കാൻ കഴിയൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആരും ജീവിച്ചിട്ടില്ല. ഞാൻ മനസ്സിൽ നിന്നോ സത്യസന്ധമായി ആമീൻ പറഞ്ഞതിന് ശേഷം ഒരു വലിയ ശക്തമായ ശബ്ദം എനിക്ക് വ്യക്തമായി കേട്ടു. ഞാൻ നിന്നെ ഒരിക്കലും എന്നേക്കുമായി ശാശ്വതമായി മരിക്കാൻ അനുവദിക്കില്ല. ഇന്നത്തെ ഷോയിൽ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണിത്. ഞങ്ങൾ ശരിയായി തുടങ്ങാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ അനൗപചാരികമായി ചർച്ച ചെയ്ത വിഷയങ്ങൾ വളരെ കൂടുതലാണ്. എൻ്റെ അതിഥി തൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു ട്രോമയും ദുരന്തവും അനുഭവിച്ചൊരു വ്യക്തിയാണ്. അവനക്കൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അത്യന്തം ആക്രമണാത്മകമായ ഒരു ബ്രെയിൻ ട്യൂമർ. അതവനെ മരണത്തിൻ്റെ വക്കിലെത്തിച്ചു. അവൻ ദൈവത്തെ കണ്ടു. കൂടുതൽ വൈകാതെ അവൻ്റെ കഥ നിങ്ങൾക്ക് കേൾക്കാനാകും. ഗോരൻ ശുഷ്ലിച്ച് ഇന്നു നമ്മോട്ടുണ്ട്. ഗോരൻ, ഈ പോഡ്കാസ്റ്റിന്റെ ഭാഗമാവാൻ സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി. ഈ പോഡ്കാസ്റ്റ് വഴി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിശ്ചയമായും ഞാൻ പറയാം. ഞാൻ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വളർന്നു. ശരിക്കും ഞാൻ അതിൽ ജനിച്ചു. എൻ്റെ ജീവിതം കൂടുതലും അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ വളരെ പ്രധാനമായൊരു ഭാഗം ക്രിസ്ത്യൻ വിശ്വാസിയായി ജീവിച്ചു. പക്ഷേ ഒരു ആഴമുള്ള ഗൗരവമുള്ള പരിവർത്തനം അനുഭവിക്കാതെ, ആത്മീയമായി പുനർജന്മം പ്രാപിക്കാതെ. 2010 എനിക്ക് വളരെ ഗുരുതരമായ ഒരു തലച്ചോറിലെ ട്യൂമർ കണ്ടെത്തി. അത് സംഭവിച്ച സമയത്ത് ട്യൂമറിന്റെ വലിപ്പം ഏകദേശം 4 സെന്റിമീറ്റർ ആയിരുന്നു. വളരെ വലിയൊരു കൂമ്പാരായിരുന്നു അത്. എന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ അപ്പോഴതിനെ ശസ്ത്രക്രിയയിലൂടെ നീക്കിയില്ല. കാരണം അത്രയും വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് അന്ന് ഞാൻ പൂർണ്ണമായും സമ്മതിച്ചിരുന്നില്ല. അതിനാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അത് തന്നെയാണ് ഞങ്ങൾ കുടുംബമായി ദൈവത്തോട് അത്യന്തം ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ദൈവം അത്ഭുതകരമായി എന്നെ സുഖപ്പെടുത്തണമെന്ന്. അതിനുശേഷം ഞാൻ പതിയെ പക്ഷെ ഉറപ്പോടെ വളരെ നല്ല രീതിയിൽ സുഖം അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യത്തിലും ആകെ നിലയിലും ക്രമാതീതമായ മെച്ചപ്പെടുത്തൽ അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങോ ഞാൻ ദൈവത്തോടുള്ള ബന്ധം കുറയാൻ തുടങ്ങി. അതിനു പുറമെ എനിക്ക് ഏതാണ്ട് തോന്നാൻ തുടങ്ങി ഇതിൽ ദൈവം സഹായിച്ചില്ല, മറിച്ച് എൻ്റെ സ്വന്തം പ്രവർത്തനങ്ങളാലാണ് ഞാൻ സുഖമായത് എന്ന്. ഞാൻ ഔഷധസാരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മാംസം, പാലും എല്ലാം മൃഗജന്യ വ്യവസായ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ചു. ഞാൻ അറിയാമല്ലോ, ശരിയായ ചികിത്സയുടെ ആഴം, പ്രകൃതിദത്ത പോഷണം, ഔഷധസാരങ്ങൾ എന്നിവ പിന്തുടർന്നു. വ്യാജമായ വിറ്റാമിനുകളോ ഖനിജങ്ങളോ ഇല്ലാതെ. അവ യഥാർത്ഥത്തിൽ ഹാനികരമാണ്. ഇന്നത്തെ ഹെൽത്ത് ഫുഡ് സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്നവയാണല്ലോ. അവ മനുഷ്യ ശരീരത്തിന് യഥാർത്ഥത്തിൽ ഹാനികരാണ്. നമ്മുടെ ശരീരം സസ്യജന്യ ഘടകങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. വിവിധതരം സസ്യങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ സാരങ്ങൾ മാത്രമേ ശരിയായി പ്രവർത്തിക്കും. അപ്പോൾ മാത്രമേ അവ ശരിയായി പ്രവർത്തിക്കൂ. ഇവിടെ പറയാനുള്ള വളരെ കൂടുതലാണ്, പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഉദാഹരണത്തിന് 2010 ആ വർഷം നിങ്ങൾക്ക് എങ്ങനെ അനുഭവം തോന്നിയിരുന്നു? ആ സമയത്ത് നിങ്ങൾക്ക് വലിയ തലവേദനയോ അസ്വസ്ഥതയോ ഉണ്ടായിരുന്നോ? അത് സ്ഥിരമായ തലവേദനയാണോ? ഏതെങ്കിലും തരത്തിലുള്ള മൈഗ്രെയിൻ തലവേദനയാണോ? നിങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ ഞാൻ ഡോക്ടറെ കാണണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി? എനിക്ക് അപ്രതീക്ഷിതമായി ബോധം നഷ്ടപ്പെട്ടു. ഉടൻ തന്നെ അവരെന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പരിശോധനയിൽ എനിക്ക് 4 മുതൽ 5 സെന്റിമീറ്റർ വലിപ്പമുള്ള വലിയൊരു തലച്ചോറിലെ ട്യൂമർ ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ അവർ ഉടൻ തന്നെ എല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഭാഗ്യവശാൽ എൻ്റെ പ്രിയ ഭാര്യ ശക്തമായി എതിർത്ത് ഒടുവിൽ അത് നടക്കാൻ അനുവദിച്ചില്ല. അതിനുശേഷം അവർ സൂക്ഷ്മമായി എൻ്റെ തലയോട്ടി തുറന്നു. അതിനുശേഷം അവർ ഉടൻ തന്നെ എൻ്റെ ഭാര്യയെ വിളിച്ച് എല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യാൻ അവളുടെ വ്യക്തമായ അനുമതി ആവശ്യമാണെന്ന് ആവേശപൂർവ്വം ചോദിച്ചു. അവൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനാൽ അവർ സൂക്ഷ്മമായി വീണ്ടും അടച്ചു. എന്നെ അവിടെ വെച്ച് തന്നെ വിട്ടു. അവരുടെ മെഡിക്കൽ വിലയിരുത്തലിനനുസരിച്ച് ഞാൻ ജീവിക്കാൻ ബോധപൂർവം തിരഞ്ഞെടുക്കാത്തതായിരുന്നു. അതൊരു ആഴമുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായ തിരിച്ചറിവായിരുന്നു. അതും വളരെ ദൈർഘ്യമേറിയ രോട്ടം. അതിനു മുമ്പ് ഞാൻ വളരെ അധികം ഇറച്ചി കൂടാതെ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പൂർണ്ണമായും സസ്യാഹാരിയായി. സസ്യഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ തുടങ്ങി. ഞാൻ ഇറച്ചി മറ്റെല്ലാം കഴിക്കുന്നത് നിർത്തി. അതിനുശേഷം ഞാൻ വളരെ നല്ലതായി അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ആശുപത്രിയിലായിരുന്നപ്പോഴും അതിനുശേഷം പോലും ഞങ്ങൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മെ സുഖപ്പെടുത്താനും രക്ഷിക്കാനും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
ഞാൻ മെച്ചപ്പെട്ടതോടെ എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമെന്ന കാര്യം ഞാൻ ക്രമാതീതമായി മറക്കാൻ തുടങ്ങി. 6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തി. 1 വർഷം, സത്യത്തിൽ ക്ഷമിക്കണം, അപ്രതീക്ഷിതമായി ഞാൻ ആശുപത്രിയിലെത്തി. 1 മാസം മുമ്പ് ഞാനൊരു പരിശോധനയ്ക്ക് പോയിരുന്നു. അപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഒരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തി. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും ദുഷ്ടമായ ട്യൂമറാണെന്ന് കണ്ടെത്തി. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ മറുവശത്തു കൂടി 3 ട്യൂമറുകൾ കൂടി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി. 1, 2 പ്രധാനമായും 1 സെന്റിമീറ്റർ വലിപ്പം. അടിസ്ഥാനത്തിൽ എൻ്റെ മുഴുവൻ തലയും പ്രായോഗികമായി തിന്നുപോയ അവസ്ഥയായിരുന്നു. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർത്തുന്നു. ആശുപത്രി ജീവനക്കാർ എനിക്ക് വളരെ വ്യക്തമായി പറഞ്ഞു അവർക്ക് എനിക്ക് സഹായിക്കാൻ കഴിയില്ലെന്ന്. ഞാൻ വീട്ടിലേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് വിട പറയാൻ തയ്യാറാകണമെന്ന്. എങ്കിലും എനിക്ക് അത്രയൊന്നും ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നു, അതായത് പ്രതീകാത്മകമായി പറയുമ്പോൾ. പിന്നെ അതൊരു ശനിയാഴ്ച ഉച്ചയായിരുന്നു. അത് വേനലിൻ്റെ ഉച്ചക്കാലായിരുന്നു. ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ഞങ്ങൾ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു. എൻ്റെ സുഖം പ്രാർത്ഥിക്കാൻ അനേകം ആളുകൾ വന്നു. ആകാശത്തൊരു മേഘവുമില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്കിടയിൽ അപ്രതീക്ഷിതമായി അത്രയും വലിയ ഇടിമിന്നലുണ്ടായി. എല്ലാവരും ഭയന്ന് എന്താണ് സംഭവിക്കുന്നത്, ലോകം അവസാനിക്കുകയാണോ എന്ന് ആശങ്കപ്പെട്ടു. അത്രയായിരുന്നു അതിൻ്റെ ശബ്ദം. അപ്പൊ അപ്രതീക്ഷിതമായി എനിക്കെല്ലാം സുഖമായതായി തോന്നി. ഞാൻ എഴുന്നേറ്റു, ശക്തി വീണ്ടെടുത്തു. പിന്നെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി MRI എടുത്തു. അവിടെ പുതിയ വളർച്ച മുഴുവൻ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന പോലെ അപ്രത്യക്ഷമായതായി കണ്ടെത്തി. അതിനാൽ ഇടതുവശത്തുള്ള പ്രധാന ട്യൂമർ ചെറുതായില്ല, പക്ഷേ എന്നെ മരണപ്പെടുക്കയിലാക്കിയ അതേ വളർച്ച അപ്രത്യക്ഷമായി. അതായത് ദൈവം അക്ഷരാർത്ഥത്തിൽ എൻ്റെ മസ്തിഷ്കത്തിലെ ആ ഭാഗം സൃഷ്ടിച്ചു. രണ്ടായിരത്തി നിങ്ങളെ തലച്ചോറിൽ ഏകദേശം 5 മുതൽ 6 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തി. ആ സമയത്ത് അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ സസ്യാഹാരത്തിലേക്ക് മാറി. ശരിയാ? അവസാനത്തുള്ള ശരിയോ? നിങ്ങൾ എത്ര കാലം ആ സസ്യാഹാരത്തിൽ തുടരുകയായിരുന്നു? നിങ്ങൾ എത്ര കാലം ആ സസ്യാഹാരത്തിലായിരുന്നു? ഞാൻ 1 വർഷം അതിൽ തുടരുകയായിരുന്നു. പക്ഷേ അവസാന 2-3 മാസങ്ങളിൽ ഞാൻ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സാധാരണ ആളുകൾ പോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എങ്കിലും ഇറച്ചിയില്ലാതെ, എന്നാൽ ആരോഗ്യകരമല്ലാത്ത രീതിയിൽ. അങ്ങനെ വെറും 2 മാസങ്ങൾ ആരോഗ്യകരമായി ഭക്ഷണവും ദൈവത്തെയും ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അസുഖപ്പെട്ടു. കാരണം ആരെങ്കിലും ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം അവർ ദൈവത്തെ ഉപേക്ഷിച്ചു എന്നാണ്. അതിനുശേഷം പറയാം, നിങ്ങൾ മുമ്പ് പിന്തുടർന്നിരുന്ന ആ സത്യസന്ധമായ ഭക്ഷണ രീതിയിലേക്ക് വീണ്ടും മടങ്ങി. അപ്പോൾ ദൈവം മറ്റൊരു അത്ഭുതം നടത്തിയപ്പോൾ ഞാൻ വീണ്ടും ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ അതിനെ എങ്ങനെ ശരിയായി കൃത്യമായി പറയണമെന്ന് ആലോചിച്ചു. ഒരു വളരെ ആഴമുള്ള അവസ്ഥയിൽ, നിങ്ങൾക്കറിയാം, ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവത്തിൽ ഞാനായിരുന്നു. ഉയർന്നിറങ്ങലുകൾ. ഞാനൊരു ഉയർന്നിറങ്ങുന്ന വളരെ അസ്ഥിരമായ വലയത്തിലായിരിക്കും. ഞാൻ യഥാർത്ഥത്തിലെ സ്ഥിരതയുള്ളവനല്ല ഇതോ. ഞാൻ ദൈവത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും സ്ഥിരമായ ആളുകളെ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. പക്ഷെ അതിൽ പൂർണ്ണതയില്ലായിരുന്നു. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് 2018 അല്ലെങ്കിൽ 2017 എൻ്റെ ട്യൂമർ പൊട്ടിപ്പൊങ്ങി 9/10 സെന്റിമീറ്റർ വലിപ്പം വരെ വളർന്നു. അങ്ങനെ എൻ്റെ തലച്ചോറിൻ്റെ 1/3 ഭാഗവും അക്ഷരാർത്ഥത്തിൽ കാർന്നു തിന്നു. തലച്ചോറിലെ എന്തെങ്കിലും തിന്നു നീക്കം ചെയ്യുമ്പോൾ അത് വീണ്ടും വളരാൻ കഴിയില്ല. കാരണം കോശങ്ങള്, നാഡീകോശങ്ങള്, അവ വളരുകയില്ല, അവ പെരുകുന്നില്ല. അപ്പൊ അത് നീക്കം ചെയ്തു. അപ്പോ അത് എപ്പോഴായിരുന്നു? അത് ഏത് വർഷമായിരുന്നു? 2018. 2018 അതായിരുന്നു എനിക്ക് വഴിത്തിരിവായത്, അല്ലേ? നിന്റെ സ്വകാര്യ ജീവിതത്തില് മരണത്തെ ഭയപ്പെട്ടിരുന്നോ? അതുകുറിച്ച് ചിന്തിച്ചിരുന്നോ? ആ സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓടിയിരുന്ന ചിന്തകൾ എന്തൊക്കെയായിരുന്നു? അത് മരണമെന്ന് വിളിക്കാം. അതിനു മുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ ഞാൻ ദൈവത്തോട് ഏറ്റവും അടുത്തെത്തിയിരുന്നു. അവിടെ ആ വർഷങ്ങളിലെ അത്രയും കഠിനമായ സമയത്ത് എൻ്റെ തലച്ചോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട 1/3 ഭാഗം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടതിനാൽ എനിക്ക് അത്യന്തം ഗുരുതരമായ എപ്പിലെപ്സി പിടിപ്പുകൾ ഉണ്ടായിരുന്നു. അതിനാൽ എൻ്റെ തലച്ചോറിന് അത്രയും സമ്മർദ്ദം ഉണ്ടായിരുന്നു. ട്യൂമർ നിങ്ങൾക്ക് പിന്നീട് കാണിക്കാൻ പോകുന്ന ചിത്രങ്ങളിൽ കാണാം. എൻ്റെ തലച്ചോറിൻ്റെ മറ്റേ പകുതിയെ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിലധികം തള്ളി പറയുകയായിരുന്നു. എപ്പിലെപ്സി പിടിപ്പുകൾക്ക് വിവിധ ഉറവിടങ്ങളുണ്ടെന്നത് സത്യമാണ്. ആത്മീയമായ അർത്ഥത്തിൽ പോലും 2 പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു പോരായ്മ എന്നതുപോലും. പക്ഷേ എന്തെങ്കിലും കാര്യം ശാരീരികമായി എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഉണ്ടാകുമ്പോൾ അത് ആ ഭാഗത്തെക്കുറിച്ചല്ല, മറിച്ച് തലച്ചോറിൻ്റെ ടിഷ്യൂ നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. മറ്റ് തലച്ചോറിലുണ്ടായിരുന്ന അത്യന്തം വലിയ സമ്മർദ്ദം ഏകദേശം 2 മുതൽ 3 സെന്റിമീറ്റർ വരെ വേദനാജനകമായ കട്ടിയുള്ളത്. അത് അത്രയും ഭയാനകമായിരുന്നു. ആരോ ഉദ്ദേശപൂർവം ഒരു 230 വോൾട്ട് വൈദ്യുതി കേബിള്, വെറും 12 അല്ല, മുഴുവൻ 230 വോൾട്ടിന്റെ ശക്തിയോടെ നേരിട്ട് നിങ്ങളുടെ ചെവിയിൽ കയറ്റുന്നത് പോലെ ആയിരുന്നു.
ഞാൻ സത്യത്തിലെ അതിൻ്റെ അത്യന്തം പീഡാജനകവും സഹിക്കാനാവാത്തതുമായ സ്വഭാവം യഥാർത്ഥത്തിൽ വിവരിക്കാനാവില്ല. എനിക്ക് മുഴുവനായും ദ്വേഷം നിറഞ്ഞിരുന്നാലും മറ്റൊരാളിൽ ഇത്തരമൊരു വേദന ഉണ്ടാക്കാൻ ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചാലും പോലും ഞാൻ ഒരിക്കലും ആരെയും ഇതിൽപ്പെടെ ആഗ്രഹിക്കില്ല, ഹിറ്റ്ലർ പോലുള്ള ഒരാളിലേക്കും പോലും. ഇത്തരം പീഡനം വളരെ അപൂർവമായാണ് അനുഭവപ്പെടുന്നത്. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ 220 വോൾട്ട് വയർ വൈദ്യുതി നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്ന് ശരിക്കും നിങ്ങളെ കീറി നശിപ്പിക്കുന്നത് പോലുള്ള ഭയാനകമായ അനുഭവങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. അതിനാൽ അടിസ്ഥാനത്തിൽ അന്ന് അതേ നിമിഷം നിങ്ങൾ ശരിക്കും മരണപ്പടക്കയിലായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നേരിട്ട് കാണുന്ന നിലയിൽ. അതെ, ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഞാൻ ദൈവത്തോട് ഇത്ര അടുത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനാൽ ആ ആഴത്തിലുള്ള മരണപ്പെടുക്കയുടെ നിമിഷത്തിനു മുമ്പ് പോലും 2 മാസം മുമ്പ് തന്നെ ഞാൻ അത്യന്തം ദുർബലനും ക്ഷീണിതനുമായി മാറിയപ്പോൾ ഞാൻ വെറും 20 അല്ലെങ്കിൽ 30 പടികൾ മാത്രം നടക്കാൻ കഴിയുമായിരുന്നു. ഓരോ ദിവസവും കൂടുതൽ ദുർബലനാകുന്നതായി ഞാൻ അനുഭവിച്ചു. എന്നാൽ ഞാൻ ദൈവത്തോട് അത്രയധികം അടുത്തായിരുന്നതിനാൽ മരണത്തിന്റെ സാധ്യത എന്നെ ഒറ്റ തവണ പോലും ഭയപ്പെടുത്തുന്നില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും പ്രിയപ്പെട്ട മകനും വേണ്ടി മാത്രമാണ് ഞാൻ വിട്ടുപോകേണ്ടി വരിക എന്നതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല. എനിക്ക് രക്ഷപ്പെട്ടുവെന്ന് തോന്നി. ഞാൻ ദൈവത്തോടൊപ്പം അത്രയധികം ആഴത്തിലുള്ള ഐക്യത്തിലെത്തിയിരുന്നു. അതിനാൽ മരണം പോലും എന്നെ ഭയപ്പെടുത്തുന്നില്ലായിരുന്നു. കാരണം നമ്മുടെ തലമുറയിൽ തന്നെ യേശു ഉടൻ വരുമ്പോൾ അവനെ സ്വീകരിച്ചും അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുമുള്ള അവൻ്റെ എല്ലാ വിശ്വാസികളെയും അവൻ ഉയർപ്പിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു വിധത്തിലെ അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമായിരുന്നു. പക്ഷെ അതേസമയം ഇത്രയും ആഴത്തിലുള്ള ഐക്യത്തിലൂടെ രക്ഷയെ വെറും എനിക്ക് മാത്രം ഉറപ്പിറക്കുന്നത് സ്വാർത്ഥതയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഭൂമിയിലെ അനേകം ആളുകൾ എന്നേക്കുമായി നശിച്ചു പോകും. അതിനാലാണ് ഞാൻ അവിടെ കിടന്നിരിക്കുമ്പോൾ ദൈവത്തോട് വളരെ ആഴത്തിലുള്ളൊരു പ്രാർത്ഥന അർപ്പിച്ചത്. ഇതൊരു സുഖീകരണത്തിന്റെ കാര്യമല്ല. എൻ്റെ തലച്ചോറ് മുഴുവൻ തിന്നുപോയതിനാൽ ദൈവം ഒരു അത്ഭുതം നടത്താൻ ആഗ്രഹിച്ചാൽ അതൊരു തലച്ചോറ് സൃഷ്ടിക്കേണ്ട കാര്യമായിരുന്നു. അതുകൊണ്ട് അതേവേ നമുക്ക് അതൊരു നിമിഷം വ്യക്തതപ്പെടുത്താം. ഒരു ദുഷ്ടമായ ട്യൂമർ നിങ്ങളുടെ അവസ്ഥയിൽ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അതിനൊരു ഫലപ്രദമായ ചികിത്സയില്ല. അത് ദുർഭാഗ്യവശാൽ അങ്ങനെ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു, അനിവാര്യമായ മരണത്തിനായി വിധിക്കപ്പെടുന്നു. എൻ്റെ ട്യൂമർ അത്യന്തം ദുഷ്ടമായല്ലായിരുന്നോ? ക്യാൻസർ അല്ലാത്ത വെറും വളർച്ച മാത്രമായ സുഖകരമായ ട്യൂമറുകളുണ്ട്, തലച്ചോറിൽ വളരുന്നവ. അത്തരം ട്യൂമറുകളുമായി ആളുകൾ ദീർഘകാലം ജീവിക്കാൻ കഴിയും. അവയെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാനും കഴിയും. എന്നാൽ എൻ്റെതും 3ഉം 4ഉം ഗ്രേഡായിരുന്നു. അതും ഒരേപോലെ ആയിരുന്നില്ല. 3ഉം 4ഉം ഗ്രേഡ് എന്നത് എന്താണ് അർത്ഥം? 4 തരത്തിലുള്ള ട്യൂമറുകളുണ്ട്. ആദ്യത്തേത് ഒരു സുഖകരമായ ട്യൂമറാണ്. അതൊരു മുറിവ് പോലെയാണ്. ശസ്ത്രക്രിയയിലൂടെ അതിനെ നീക്കം ചെയ്യാൻ കഴിയും. സമയത്ത് ശസ്ത്രക്രിയ ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ഗ്രേഡ് ഉയരുന്നതോടെ രോഗിയെ സുഖപ്പെടുത്തുന്നത് അത്രയേറെ അസാധ്യമായി തീരുന്നു. എനിക്ക് ഒരേപോലെ അല്ലാത്തൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അതിൽ ചില ഭാഗങ്ങളിൽ ഗ്ലിയോബ്ലാസ്റ്റോമ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ആക്രമകമായ ട്യൂമർ. നിങ്ങൾക്ക് കാണാം. അതാണ് MRI സ്കാനിൽ കോൺട്രാസ്റ്റ് ഏജന്റ് ഉപയോഗിച്ച് കാണിക്കുന്ന ചിത്രം. അതിനാൽ പ്രത്യേകിച്ച് വെളുത്ത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ആർക്കൈവുകൾ പ്രകാരം ആ തരത്തിലുള്ള ട്യൂമറുമായി ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ട്യൂമറിന്റെ വലിപ്പം അനുസരിച്ച് ആളുകൾക്ക് ഏകദേശം 1 മുതൽ 2 വർഷം വരെ ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആരും ജീവിച്ചിട്ടില്ല. ശരിക്കും നമുക്ക് ഈ കഥ തുടരാം. അപ്പോ 2018 നീ ഒറ്റയ്ക്ക് കിടക്കയിൽ കിടക്കുമായിരുന്നു. നീ ദൈവത്തോട് എന്തു പ്രാർത്ഥിച്ചു? അതെങ്ങനെയായിരുന്നു? ഞാൻ വളരെ നീണ്ട സമയത്തേക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറഞ്ഞത് 1 മണിക്കൂർ മുഴുവനായിരിക്കണം ഞാൻ പ്രാർത്ഥിച്ചതെന്ന് തോന്നുന്നു. അവിടെ വീണ്ടും ആ വിശുദ്ധമായ ഇടത്തില് ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും സർവശക്തനായ ദൈവത്തോട് വിനയപൂർവ്വം സമ്മതിച്ചു. എൻ്റെ ജീവിതം മുഴുവൻ അവന് സമർപ്പിക്കാനുള്ള ആഴമുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. ഞാൻ വാണിജ്യ ലോകക്കായിരുന്നു. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. കൂടാതെ ഒരു നിർമ്മാതാവിനൊപ്പം ചേർന്ന് ഞാൻ ഓഡിയോ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനി സ്ഥാപിച്ചു. അതിനാൽ ഞാൻ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നു. അതിനാൽ എളുപ്പത്തിൽ പറഞ്ഞ ദൈവം അത് സംഭവിക്കാൻ അനുവദിക്കേണ്ടി വന്നു. ഞാൻ അവനോടൊപ്പം ഇരിക്കാനും അവൻ്റെ അടുത്ത് തുടരാനും. എന്നാൽ ആ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോടെല്ലാം പ്രാർത്ഥിച്ചു. അവനിൽ നിന്ന് അകന്നു പോയതിനും ആ ബിസിനസ്സിലും മറ്റും ഏർപ്പെട്ടതിനും ക്ഷമിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. എനിക്ക് വ്യക്തമായി ഓർമ്മയുള്ള എല്ലാ പാപങ്ങളും ഞാൻ അവനോട് സമ്മതിച്ചു. അവൻ്റെ ദൈവിക ക്ഷമയെ ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിച്ചു. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് അവൻ്റെ പരിശുദ്ധ ഇഷ്ടമെങ്കിൽ ഒരു അത്ഭുതകരമായ ഇടപെടൽ നടത്താൻ ഞാൻ മനുഷ്യരാശിയിലേക്ക് അത്യാവശ്യമായ ഒരു മുന്നറിയിപ്പ് സന്ദേശം അയക്കാൻ കഴിയേണ്ടതെന്ന്, യേശുവിൻ്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിന് മുമ്പ് അനേകം ആളുകൾ രക്ഷപ്പെടാൻ കഴിയേണ്ടതെന്ന്. ഞാൻ ആകാംക്ഷയോടെ ആമീന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വ്യക്തമായി ഉച്ചത്തിൽ ശക്തമായൊരു ശബ്ദം കേട്ടു. ഞാൻ നിന്നെ എപ്പോഴും മരിക്കാൻ അനുവദിക്കില്ല. എന്തുകൊണ്ട് എപ്പോഴും? കാരണം യേശു നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ വരുന്നു. ലോകാകെപ്പം നടക്കുന്ന ഈ ഗൗരവമായ പ്രതിസന്ധികൾ നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ ആഴത്തിൽ വളരുന്ന ഈ അടിച്ചമർത്തുന്ന ഏകാധിപത്യത്തെ നോക്കൂ.
അനേക ആളുകൾ കാഴ്ചയില്ലാത്തവരായി മാറിയിരിക്കുക. കാരണം ഇത് ക്രമാതീതമായി സംഭവിക്കുക. പിന്നീട് കഴിഞ്ഞ 20 വർഷം നോക്കിയാൽ ആളുകളുടെ മനോഭാവം മാറിയിരിക്കുന്നു. അവരുടെ മനസ്സ് ഇനി ആരും ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം എല്ലാം മൊബൈൽ ഫോണാണ്. ദിവസം മുഴുവൻ അവർ മൊബൈൽ ഫോൺ പിടിച്ച് വായിക്കുക. അങ്ങനെ എല്ലാം മാറിയിരിക്കുന്നു. അശ്ലീലത ലോകാകെ അത്രയും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിനെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ഇവിടെ 20 വർഷം മുമ്പ് പോലും ഈ ആഴമുള്ള മാറ്റം പൂർണ്ണമായും അന്യമായിരുന്നു. എന്നാൽ ഞാൻ സ്ഥിരമായി പറഞ്ഞിട്ടുള്ളതുപോലെ ദുഃഖകരമായി നമ്മൾ ഓരോ ദിവസവും ചെറിയതും കപടവുമായ അളവുകളിൽ ഇതിനെ സ്വീകരിക്കുന്നതിനാൽ മനുഷ്യരാശിയുടെ ആഴമുള്ളതും അതീവ ആശങ്കാജനകവുമായ ഇടിവ് പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലും നമ്മൾ ഇനി യഥാർത്ഥത്തിൽ കഴിയുന്നില്ല. ശരി, ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ നിങ്ങൾ ദൈവത്തോട് ഹൃദയത്തിൽ നിന്ന് 1 മണിക്കൂർ മുഴുവൻ നീണ്ട പ്രാർത്ഥന നടത്തി. അങ്ങനെ ആ വലിയ പ്രാർത്ഥനയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശരി, ഞാൻ ആശുപത്രിയിലായിരുന്നു. അതിൽ ആദ്യമായി ശ്രദ്ധേയമായത് അപ്രതീക്ഷിതമായി അന്യരായ മറ്റു രോഗികൾ എൻ്റെ അടുത്തേക്ക് വന്ന് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയതായിരുന്നു. അത് ഞാൻ അന്നത്തെ കാലത്ത് താമസിച്ചിരുന്ന രാജ്യത്തിലായിരുന്നു. അത് ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയുള്ളൊരു നാസ്തിക രാജ്യമാണ്. വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ആദ്യ ജോലി എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നു. അപ്പോൾ ഞാനൊരു MRIയും ടോമോഗ്രാഫിയുള്ള ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരുന്നു. അതിനാൽ മെഡിക്കൽ മേഖലയിലെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. അവിടെ ആ അന്തരീക്ഷത്തിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അസാധ്യമാണ്. പക്ഷെ അത്ഭുതകരമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 30 പേരോളം എന്നെ കാണാൻ വന്നു. വലിയൊരെണ്ണം. അവരൊക്കെയും സത്യത്തിനായി ദാഹിച്ചവരായിരുന്നു. ഞാൻ അവരിൽ ഓരോരുത്തരോടും സത്യം പറയാൻ കഴിഞ്ഞു. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിച്ചത് ഞാൻ കണ്ടുമുട്ടിയ എല്ലാവരിലും, ഡോക്ടർമാരിൽ നിന്ന് ഹൈജീൻ ചുമതലക്കാർ വരെ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ഒരു ഹൈജീൻ ചുമതലക്കാരനോടായിരുന്നു. എന്തോ വിധത്തിലെ എൻ്റെ ഭാര്യയിലൂടെ അവൾ എന്നെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഒരു പൂർണ്ണമായ അന്യാളെ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ ചുറ്റും ചോദിച്ച് നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ദിവസങ്ങൾ മറ്റൊരു ദൂരെയുള്ള സ്ഥലത്ത് ചെലവിട്ടു. ദുഃഖകരമായി ആ സ്ത്രീയെ നേരിൽ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല. അതിനാൽ ഞാൻ അവിടെ പോയി. വളരെ ദൂരത്തു നിന്നും തന്നെ അവൾ ഉടൻ എന്നെ വിളിച്ചു. ഗോറൻ, ഹേയ്, ദയവായി സത്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും വാസ്തവത്തിൽ ആഴമുള്ള എന്തെങ്കിലും പറയാമോ? എന്തെന്നാൽ അവിടെ അത്രയധികം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ആ ആശുപത്രിയിലെ ആളുകളെ വിശ്വാസത്തിലേക്ക് തിരികെയും ചെയ്തു. അതിനാൽ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം അതുപോലൊരു അനുഭവം എനിക്ക് മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ബൈബിള് പഠിക്കുകയും യേശുവിൻ്റെ തിരിച്ചുവരവിന് മുമ്പുള്ള അവസാന കാലത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഇത്ര ശക്തമായും തീവ്രമായും പ്രവർത്തനങ്ങൾ ഞാൻ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. ഇന്നും ഞാൻ ദൈവത്തിനായി ശക്തമായി പ്രവർത്തിക്കുന്നു എന്നും അത്ഭുതങ്ങൾ എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഞാൻ പറയാം. ഉദാഹരണത്തിന്, അടിത്തരങ്ങാ സത്യമായും അസാധാരണവും യാഥാർത്ഥ്യത്തോടോ സാധ്യതയോടോ യാതൊരു ബന്ധവുമില്ലാത്ത ചില വിചിത്രമായ സാഹചര്യങ്ങളിലൂടെ എങ്ങനെയോ ഞാൻ ആ വ്യക്തിയെ എത്തിച്ചേർന്നുവെന്ന് പറയേണ്ടി വരുന്നു. പിന്നീട് ആളുകൾ എന്നെ വിളിച്ചു. കാരണം അത്യന്തം ദുർഭാഗ്യവശാൽ ഒരു സ്ത്രീക്ക് അതിവേഗം വളരുന്ന ക്യാൻസർ ബാധിച്ച് അവളുടെ മുഴുവൻ വയറുപ്രദേശം മുഴുവൻ അതിൽ പൂർണ്ണമായും കീഴടക്കപ്പെട്ടിരുന്നു. അവൾ ആസ്തമാനമായി മരണമടയുകയായിരുന്നു. എല്ലാം, ഓരോ അവയവവും പൂർണ്ണമായും ഇല്ലാതായിരുന്നു. അത് കാണുന്നത് അത്യന്തം ഭയാനകവും ഹൃദയഭേദകവുമായിരുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞാനും അവളെ സന്ദർശിച്ചു. അവളോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവത്തെക്കുറിച്ചും ആഴമുള്ളതും ശാശ്വതവുമായ സത്യത്തെക്കുറിച്ചും വളരെ നേരം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അവളെ ക്ലിനിക്കിലെ പല്ലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി. അവിടെയാണ് ജീവിതത്തിൻ്റെ അവസാനം എത്തിയവരെ വയ്ക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൂടാതെ എനിക്കൊരു ഗ്രൂപ്പുമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഫേസ്ബുക്കിലും ഓൺലൈനിലും ചേരാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ ലിങ്ക് അയക്കാനും കഴിയും. എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. മുമ്പേക്കാളും നല്ല ആരോഗ്യത്തോടെ. ഇപ്പോൾ അവൾ ഞങ്ങളോടൊപ്പം ഗ്രൂപ്പ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കണോ? ഇതുപോലുള്ള അനുഭവങ്ങൾ ഞങ്ങൾ എപ്പോഴും അനുഭവിച്ചോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മാക്കാം. ഇതായിരുന്നു ദൈവത്തോടുള്ള എൻ്റെ സഹവാസത്തിൻ്റെ ഫലം. 2018 മുമ്പ് പോലും ഞാൻ വിവിധ ഘട്ടങ്ങളിൽ അവന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് നിന്ന് ഞാൻ എൻ്റെ മുഴുവൻ ജീവിതവും അവന് സമർപ്പിച്ചു. ഫലമായി അനേക ആളുകൾക്ക് ദൈവത്തെ സത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. എൻ്റെ സ്വന്തം ശക്തിയിലൂടെ അല്ല, പക്ഷെ ഞാൻ ദൈവത്തിന് എൻ്റെ മനസ്സ് സമർപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത്. അവൻ ആ ഗൗരവമുള്ള വാക്കുകൾ എൻ്റെ മുഖാന്തരം സംസാരിക്കാൻ കഴിയേണ്ടതെന്ന് ഞാനല്ല, ദൈവത്തിൻ്റെ ദിവ്യമായ മാർഗനിർദ്ദേശത്തിലൂടെ. ദൈവത്തിന് മഹത്വം. നമുക്ക് നിങ്ങളുടെ അനുഭവത്തിലേക്ക് കുറച്ച് പിന്നോട്ട് പോകാമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തോടെ 1 മണിക്കൂർ നീണ്ട പ്രാർത്ഥന നടത്തിയതിന് ശേഷം ക്യാൻസറിനോട് എന്തു സംഭവിച്ചു? ഡോക്ടർമാർ എന്താണ് പറഞ്ഞത്? ശേഷം സ്കാനുകൾ എങ്ങനെയായിരുന്നോ? ഞാൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ അവർ വീണ്ടും തുറന്നു നോക്കി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് കാണാൻ. അതിനുശേഷം അവർ അനച്ചു.
അവർ ഏകദേശം 1 സെന്റിമീറ്റർ 2.5 വലിപ്പമുള്ള ടിഷ്യൂ വിശകലനത്തിനായി എടുത്തു. അവിടെ അവർ കണ്ടെത്തിയത് അത് സ്റ്റേജ് 4 ആണെന്നായിരുന്നു. അത് ഏറ്റവും ദുഷ്ടമായ ട്യൂമറാണെന്നർത്ഥം. അത്തരമൊരു ട്യൂമർ ആർക്കൈവുകളിൽ പോലും ഇല്ല. അനേകം കോടിക്കണക്കിന് ആളുകളിൽ ഒരാളെങ്കിലും എന്തെങ്കിലും അതിജീവിച്ചിട്ടുണ്ടാവാം. ജപ്പാനിലെ ബോംബാക്രമണങ്ങളിൽ പോലും 400 മീറ്റർ ദൂരത്ത് പോലും ചിലർ അതിജീവിച്ചിട്ടുണ്ടല്ലോ, അതുപോലെയാണ്. പക്ഷെ സാധാരണ സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഇതിൽ നിന്ന് അതിജീവിച്ചിട്ടുണ്ടെന്ന രേഖ മെഡിക്കൽ ആർക്കൈവുകളിൽ ഇല്ല. കാരണം ഇത് വളരെ വേഗമാണ്. സ്വാഭാവിക ചികിത്സകളിലൂടെയും അതിജീവിക്കാൻ കഴിയില്ല. ഞാൻ ഔഷധ സാരങ്ങളുള്ള സ്വാഭാവിക ചികിത്സയുടെ പിന്തുണക്കാരനാണ്. ബയോഷോപ്പുകളിൽ വിൽക്കുന്ന അധസമവ വിറ്റാമിനുകളും മിനറലുകളുമല്ല, അവിടെ ആളുകൾക്ക് പണം ഉണ്ടാക്കാനാണ്. പക്ഷേ ആ ഷോപ്പുകളിൽ ഈ സാരങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, സമുദ്രത്തിലെ ഒരു പ്രത്യേക സസ്യത്തിൽ നിന്നാണ് കാൽസ്യം സാരമുണ്ടാക്കുന്നത്. അതും ജീവിച്ചിരിക്കുന്ന വസ്തുവിൽ നിന്നായിരിക്കണം. കാരണം അതിനുശേഷം എല്ലാം സൂക്ഷ്മമായി പൊടിയാക്കപ്പെടുന്നു. അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ പരമ്പരാഗത ഔഷധ സസ്യ ചികിത്സയെ പിന്തുണയ്ക്കുന്നവനാണ്. ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ പോകുന്നൊരു ചികിത്സ ഇന്ന് ആളുകൾക്കെല്ലാം പണത്തിനായാണ് എന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ആദ്യത്തെ ചോദ്യം തിരിച്ചെത്താൻ ആ അതിശയകരമായ അനുഭവത്തിന് ശേഷം ഞാൻ വളരെ വേഗത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാം കാര്യക്ഷമമായി നിയന്ത്രിച്ചു. എനിക്ക് സംസാരിക്കാനായി ആളുകൾ തുടർച്ചയായി എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരുടേതായ കിടക്കകളിൽ ഇരിക്കുമ്പോഴും എന്നെ പരിശോധിക്കാൻ മുറിയിൽ വന്ന സമർപ്പിതമായ നഴ്സുമാർ പോലും. ഇതെല്ലാം വളരെ രസകരമായിരുന്നു. തീർച്ചയായും ഓർമ്മയിൽ നിലനിൽക്കുന്നൊരു സമയമായിരുന്നു. പിന്നീട് എനിക്കറിയില്ല, ഡോക്ടർമാർക്ക് ഞാൻ ഇത്രയും അത്ഭുതകരമായി സുഖം പ്രാപിച്ചിരിക്കുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതിനാൽ അവർ ആദ്യം പദ്ധതിയിട്ടതിലുപരി കുറച്ച് കൂടുതൽ സമയം എന്നെ അവിടെ വെച്ചു. പക്ഷെ നല്ല 10 ദിവസം കഴിഞ്ഞ് ഔദ്യോഗികമായി എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഉടൻ തന്നെ എൻ്റെ സ്നേഹപൂർവ്വമായ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് പോയി വളരെ നല്ലൊരു ആശ്വാസവും ആരോഗ്യവും അനുഭവപ്പെട്ടു. അന്ന് ഞങ്ങളൊരു മലനഗരിയിൽ താമസിച്ചിരുന്നതും കുന്നുകൾക്കിടയിലൂടെ 10 കിലോമീറ്റർ ദൂരം നടന്നു പോയതുമാണ്. അതിനു മുമ്പ് ഞാൻ 10 മീറ്റർ പോലും നടക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതം കഴിഞ്ഞ് കുന്നുകൾ കയറിയിറങ്ങി 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു നടപ്പയാത്രയിൽ പങ്കെടുത്തു. ദൈവം യഥാർത്ഥത്തിൽ ഒരു അതിരൂക്ഷമായ അത്ഭുതം നടത്തി. ഞാൻ പറയാൻ കഴിയുന്നത് അതാണ്. എല്ലാ ഡോക്ടർമാരും അതിനെനിക്ക് ഒപ്പം സമ്മതിക്കുന്നു. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാതിരുന്നതിനാൽ ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് എന്നെ പരിശോധിച്ചത്. ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കറിയാവോ സാർ, ദൈവം ഇല്ല, അത്ഭുതങ്ങൾ സംഭവിക്കില്ല. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ട്യൂമർ അപ്രത്യക്ഷമായതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമായതല്ല. കാരണം അതങ്ങനെ അപ്രത്യക്ഷമാവാൻ കഴിയില്ല. പകരം നിങ്ങളുടെ ശരീരം അതിനെ എങ്ങനെയോ ചുരുട്ടി സെല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു. ദൈവമില്ല, അത്ഭുതങ്ങളില്ല. അതിനാൽ ഇത് വെറുമൊരു വികാസ സാധ്യത മാത്രമാണ്. അതിനാൽ ശരീരം ആ ബ്രെയിനിനെ ചുരുട്ടി അതിൻ്റെ പ്രവർത്തനം നിലനിർത്താനുള്ളൊരു വഴി കണ്ടെത്തി. എന്തായാലും ഡോക്ടർമാരെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. കാരണം അവർ വളരെ നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്. സാധാരണ ബിരുദം പൂർത്തിയാക്കിയവരെക്കാൾ ഇരട്ടിയിലധികം പഠിക്കുന്നവരാണ്. പക്ഷേ ഒരു ഡോക്ടറായി ഒരാൾക്ക് സ്വന്തം ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് സർവകലാശാല പ്രക്രിയ നടത്തുന്നത്. അവരുടെ മരുന്നുകൾ വിറ്റഴിക്കാനായി വിദ്യാർത്ഥികളെ തെറ്റായ വിവരങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നു. എന്നെ ഇത് പ്രത്യേകമായി ഉല്ലംഘിക്കേണ്ടതോട്. ഇപ്പോൾ ചന്ദ്രക്കല രാകൃതിക വൈദ്യത്തിൽ ഡോക്ടർമാർ അനിവാര്യമാണ്. നാം ഡോക്ടർമാരെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതിര് കടക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥ സമതുല്യം എന്നത് ഇരുവശവും ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നതിലാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഡോക്ടർമാർ വളരെ അത്ഭുതപ്പെട്ടു. ചിലർ സത്യത്തെ അംഗീകരിക്കുകയും ചെയ്തു. ആ ഗ്രൂപ്പിലൊരു ഡോക്ടർ, അവൾ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രധാന അംഗമായിരുന്നു വളരെ നീണ്ട സമയത്തേക്ക്. അപ്പോൾ ഡോക്ടർമാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അടുത്ത സുഹൃത്ത് ഒരാളുണ്ടായിരുന്നു എന്ന് ഓർമ്മ വന്നു. അവൾക്ക് സ്വന്തം പ്രകൃതി വൈദ്യശാല ഉണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. വളരെ ഔദ്യോഗികമായ ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായിരുന്നു. എന്നാൽ അവൾ ന്യൂ ഏജ് മതത്തിലെ പങ്കാളിയായിരുന്നു. അവിടെ മറുവശത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ രീതികൾ ഉപയോഗിക്കപ്പെടുന്നവയായിരുന്നു. പിന്നീട് അത്ഭുതകരമായ രീതിയിൽ ദൈവം അവളുടെ അമ്മയിലൂടെ ഞങ്ങളെ ബന്ധിപ്പിച്ചു. അവളൊരു നാസ്തികയായിരുന്നു. എൻ്റെ സുഖപ്രാപ്തി അനുഭവത്തെക്കുറിച്ച് കേട്ടിരുന്നു. പിന്നീട് അവൾക്ക് അവളുടെ കേസിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതെങ്ങനെ പറയാം? അതൊരു രോഗമാണ്. അവിടെ നാഡികൾ ക്ഷയിച്ചു പോകുന്നു. ഉടൻ തന്നെ നടക്കാൻ കഴിയില്ല. ശരീരം കൂടുതൽ ദുർബലമാവുന്നു. ഒടുവിൽ വായു പോലും തുറക്കാൻ കഴിയില്ല. മരണം സംഭവിക്കും. അടിസ്ഥാനത്തിൽ അതിന് മരുന്നില്ല. അതിൽ നിന്ന് സുഖം പ്രാപിച്ച ആളുകളില്ല. അപ്പോൾ പോലും ദൈവം അവളെ സംരക്ഷിച്ചിരുന്നു. അവൾ ഞങ്ങളെ കാണുന്നതിന് മുമ്പ് പോലും. അവൾ ന്യൂ ഏജിൽ ആകെയുള്ളവളായിരുന്നെങ്കിലും അവളുടെ രോഗം 15 വർഷം വരെ വളരെ മന്ദഗതിയിലായിരുന്നു പുരോഗമിച്ചത്. ഇത് അസാധാരണമാണ്. പക്ഷെ ദൈവം അവളെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. കാരണം അവൾ സത്യം അറിയാൻ വരുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. പിന്നെ അവൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നു. പിന്നീട് ഞാനിപ്പോൾ അത്രയും വിശദമായി പറയുന്നില്ല. പക്ഷെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സത്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും മറ്റും വളരെയധികം സംസാരിച്ചിരുന്നു. അവിടെ നിരവധി തടസ്സങ്ങളൊന്നായിരുന്നു.
സാത്താൻ അവളെ തടയാൻ ശ്രമിച്ചു. ഇപ്പോൾ അവൾ ദൈവത്തോടുള്ള വളരെ വിശ്വസ്തയായ സ്ത്രീയാണ്. ഇപ്പോൾ അടുത്തിടെ 2-3 മാസം മുമ്പ് എല്ലാം നീക്കം ചെയ്യപ്പെട്ടു. അവൾ ശരീരപരമായി സാധാരണയായി മാറി. ആ നാഡികൾ നശിച്ചിരുന്നെങ്കിലും എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ 68 വയസ്സുള്ള അവള് ഒരു കിഷോരിയെ പോലെ നടക്കുന്നു. ദൈവത്തിന് മാത്രം, ദൈവത്തിന് മഹത്വം. നിങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് നിന്ന് പൂർണ്ണമായ സുഖം ലഭിക്കുന്നതുവരെ എത്ര സമയമെടുത്തു എന്ന് പറയാമോ? അത് ഒരു രാത്രിയിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടൻ സംഭവിച്ചോ, അല്ലെങ്കിൽ അത് ക്രമേണ മാറിപ്പോയൊരു കാലയളവ് ഉണ്ടായിരുന്നോ? നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ അതിനുശേഷം ഞാൻ എഴുന്നേറ്റു. എൻ്റെ ശക്തിയും എല്ലാം തിരികെ കിട്ടി. പക്ഷെ മുഴുവൻ കാര്യങ്ങളും സ്ഥിരതയിലാകാൻ, തലച്ചോറിൽ ചുരുങ്ങിയിരുന്ന രക്തം മുഴുവൻ അകറ്റാൻ ഏകദേശം 1 വർഷമോ 2 വർഷമോ എടുത്തു. പക്ഷെ ഞാൻ പറയേണ്ടി വരും, ഞാൻ കള്ളം പറയുന്നെന്ന് തോന്നുന്നില്ല. ദൈവം എന്നെക്കുറിച്ച് ദുർബലരെടുത്തു. അതിനാൽ ഇന്നും ഉദാഹരണത്തിന് അപ്പോസ്തലൻ പൗലോസിനെ നോക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും ശക്തനായിട്ടില്ല. അവൻ തൻ്റെ തലേന്ന് ആ രോഗം മാറ്റാൻ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ബൈബിളിൽ വായിക്കുന്നത് പോലെ യേശു അവനോട് പറഞ്ഞു, നീ എന്നോട് മതിയായത്ര ചോദിച്ചു, ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കണ്ട. അതിനാൽ ആളുകൾ അഭിമാനികളാകാതിരിക്കാനായി ദൈവം പലപ്പോഴും അവരെ കഷ്ടപ്പാടിൽ വിട്ടേക്കുന്നു. ഒരു മാനേജറായി എനിക്ക് അഭിമാനം വളർത്താനുള്ള പ്രവണത ഉണ്ടായിരിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ തന്നെ വിട്ടത്. അവൻ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി. പക്ഷെ അവസാനം അവനിലേക്കും വിനയത്തിലേക്കുമാണ് എത്തിച്ചത്. പക്ഷെ ഞാൻ മാത്രമല്ല, നമ്മളൊക്കെയും നമ്മുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ വീണ്ടും വളരാതിരിക്കാനായി ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതെ, തികച്ചും ശരിയാണ്. തീർച്ചയായും നിങ്ങളെ രോഗകാലത്തുടനീളം അവധി, അതിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് നേരിട്ടപ്പോൾ അതെല്ലാം കുറിച്ച് പറയൂ. ആ മുഴുവൻ അനുഭവത്തിലൂടെ ദൈവം നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തന്നതെന്ന് പറയാമോ? പ്രേമം നിങ്ങൾ മുമ്പ് എങ്ങനെ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്? അത് ഒരു സാധാരണ പൗരന്റെ ശരാശരി ജീവിതം തന്നെയാണോ ജീവിച്ചത്? ഞാൻ കുറ്റകൃത്യങ്ങളിലും പ്രത്യേകമായ ദുഷ്പ്രവൃത്തികളിലും ഏർപ്പെട്ടിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിലെ കുറ്റവാളികൾ പലപ്പോഴും അവനോടും രക്ഷയോടും കൂടുതൽ അടുത്തവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ദൈവത്തെ അറിയുന്നവരിൽ പലരും മനസ്സിൽ തണുത്തുപോയിരിക്കുന്നു. അങ്ങനെയുള്ളവരെക്കാൾ കുറ്റവാളികൾ ദൈവത്തോടും രക്ഷയോടും അടുത്തവരാണെന്ന് നമ്മൾ കാണുന്നു. ക്രൂശിൽ യേശുവിൻ്റെ അടുത്തിരുന്ന കള്ളനെ ഓർത്താം. അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ദൈവത്തോട് അടുത്തിരുന്ന അവനെ കൊന്ന യഹൂദന്മാർ രക്ഷപ്പെട്ടില്ല. അതിനാൽ ദൈവം നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉത്തരവാദിത്തം നിർണ്ണയിക്കുന്നത്. ഞാൻ പാസ്റ്റർമാരുടെ മകളും മകനുമായിരുന്നു. ക്രിസ്ത്യൻ പ്രസംഗരുടെ കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ വന്നത്. അതിനാൽ എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവുണ്ടായിരുന്നു. ദൈവം പാപം അളക്കുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരും ദൈവം ഉണ്ടെന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരും അവരുടെ സ്വഭാവത്തിനും അവർക്കുണ്ടായിരുന്ന അറിവിനും അനുസരിച്ച് രക്ഷിക്കപ്പെടും. പക്ഷെ നമ്മുടെ അറിവ് എത്ര ആഴമുള്ളതാണോ അത്രയും വിധത്തിൽ നമ്മൾ കൂടുതൽ സംരക്ഷിതരാകുന്നു. കാരണം നമ്മുടെ അറിവ് എത്ര ആഴമുള്ളതാണോ അത്രയും ദൈവത്തോട് അടുത്ത് നാം എത്തുന്നു, അത്രയും നാം സംരക്ഷിതരാകുന്നു. പക്ഷെ അതേസമയം അത്രയും കൂടുതൽ ഉത്തരവാദിത്വവും നമ്മൾക്കുണ്ട്. അതെ, ശരിയാണ്. അതിനാൽ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, രക്ഷയ്ക്ക് അറിവൊരു നിർബന്ധമായ അവസ്ഥയല്ല, പക്ഷേ അത് സഹായിക്കുന്നു. നമുക്ക് അറിവുണ്ടാവുമ്പോൾ സാത്താൻ നമ്മെ എളുപ്പത്തിൽ ന്യൂ ഏജിലേക്കും മറ്റും പലവിധ കാര്യങ്ങളിലേക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ആ വലിയ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങളൊരു വിജയകരമായ കമ്പനി, ഒരു വിജയകരമായ ബിസിനസ് സംരംഭം തുടങ്ങിയവ സ്ഥാപിച്ചിരുന്നു എന്ന് പരിഗണിക്കാം. നിങ്ങൾ ശുപാർശ ചെയ്യോ ആയുള്ള സജീവായി സംരംഭകത്വത്തിൻ്റെ വെല്ലുവിളികളുള്ള ലോകത്തിലേക്ക് കടന്ന് അവരുടെ മനസ്സുകൾ ആ ആവശ്യമുള്ളതും ആകർഷകവുമായ കാര്യങ്ങളിൽ മുഴുവൻ മുഴുകിക്കൊള്ളണമെന്ന്? ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വിഗ്രഹം ആവാതിരിക്കാൻ ഒരാൾ എത്രത്തോളം മുന്നോട്ട് പോകണം? ബിസിനസ് എന്നത് തന്നെ ഒരു പാവമല്ല, പറയാം. ആളുകൾക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനാണ്. നിശ്ചയായും കാര്യമായ ചോദ്യം എന്താണെന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്താണ്? നമ്മുടെ ചിന്തകളോടെയാ. നാം ഒരു ബിസിനസ് ആരംഭിച്ച് അതിൽ ദിവസേന 15 മണിക്കൂർ ജോലി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കിനി അതിന് കഴിയില്ല. നാം അംഗീകരിക്കേണ്ടതുണ്ട്. അതായത് ഞാൻ സത്യമായി പറയുമ്പോൾ പോലും ഞാനിപ്പോൾ പൂർണ്ണമായി വിശുദ്ധനും നീതിമാനുമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യരായി നാം എപ്പോഴും വളരുകയും മാറുകയും ചെയ്യാണ്. യേശു തിരികെ വരുന്നതിന് മുമ്പ് നാം വിശുദ്ധരായിരിക്കണം. ഒരു ദിവസം നാം ആ വശം കുറിച്ച് കൂടി സംസാരിക്കാം. എനിക്ക് ചിന്തയുടെ തണ്ട് നഷ്ടപ്പെട്ടു. പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് ഇടപെടാൻ സ്വതന്നെയാണ്. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് നിർത്താൻ അതിലൊന്ന് തട്ടു. ദയവായി ചോദ്യം വീണ്ടും ആവർത്തിക്കാനോ? എന്റെ ഫോൺ എന്നെ ശ്രദ്ധ ശലിപ്പിച്ചു. ശരി, നിങ്ങൾക്ക് സംരംഭത്വത്തിലേക്ക് കടക്കാൻ ശുപാർശ ചെയ്യോ? അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹം ആവുന്നതിന് മുമ്പ് എത്രത്തോളം അതിൽ പോകാൻ കഴിയും? നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ ഭൂമിയിലെ ഏറ്റവും സമ്പന്നനും സമൃദ്ധിയുള്ളവനും ഒരേ സമയം ഏറ്റവും വിശ്വസ്തനും ഭക്തനുമായിരുന്നു. അതിനാൽ സമ്പത്ത് തന്നെ രക്ഷ നേടുന്നതിന് അതിരാക്രമ്യമായ ഒരു തടസ്സമല്ലെന്ന് വ്യക്തമാകുന്നു. എങ്കിലും
യേശു തന്നെ ആഴത്തിൽ പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുന്ന സമ്പന്നർ വളരെ കുറവാണെന്നതാണ് ദുർഭാഗ്യകരം. നാം ഒറ്റക്കൊമ്പനൊട്ടകത്തെ പോലെ കുരുങ്ങിയ വാതിലൂടെ കടന്നുപോകാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ദൈവം നമ്മെ നയിക്കുകയും ബിസിനസ് കാര്യങ്ങളിലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ബിസിനസ് യഥാർത്ഥത്തിൽ ബിസിനസ് ആവൂ. അതിനാൽ നാം ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. നാം ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് മാർഗനിർദ്ദേശം ചോദിക്കണം. നാം നമ്മുടെ ബിസിനസ് പങ്കാളിയെ വഞ്ചിക്കോ? നാം അപ്രാമാണികരാവുമോ? നാം ഏതെങ്കിലും വിധത്തിൽ മോഷ്ടിക്കോ? പക്ഷേ അതാണ് വിഷയമല്ല. നമ്മുടെ ചിന്തയുടെ കേന്ദ്രത്തിൽ എന്താണ് എന്നതാണ് പ്രധാനമായുള്ളത്. ബിസിനസിൻ്റെ പേരിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, ബിസിനസിൻ്റെ സമ്മർദ്ദം നമ്മുടെ ശക്തിയെ കീഴടക്കിയതായി തോന്നുന്നുവെങ്കിൽ, ഇനി 1 മണിക്കൂർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനും ഊർജമില്ലാതായതായി തോന്നുന്നുവെങ്കിൽ, അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ലെന്നതിന് ഒരു അടയാളമായിരിക്കണം. നീ ആ അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഇന്ന് 2025 ആണ്. നീ അതിൽ നിന്ന് മോചിതനായിട്ട് 4-5 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അത് ശരിയാണോ? ചെയ്ത അതിനും കൂടുതൽ നിൽക്ക്. അത് 2018 ഇല്ല, ഇത് 2025 അതായത് 89 വർഷം. ഇപ്പോൾ നിനക്കെങ്ങനെ അനുമോ? പ്രേക്ഷകർക്ക് അത് വളരെ രസകരമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ആ കാലഘട്ടത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നിനക്കുണ്ടോ? എനിക്കിപ്പോൾ കുറച്ച് ബലഹീനതയാണ് തോന്നുന്നത്. എന്താണെന്നാൽ ഞാൻ അപ്പോസ്തലൻ പൗലോസ് അല്ല, പ്രവാചകനുമല്ല. എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ട ഏക സമയം അവൻ എന്നെ സുഖപ്പെടുത്തിയപ്പോഴാണ്. അതിലതിന് ഞാൻ ഒരിക്കലും വ്യക്തമായി ശബ്ദം കേട്ടിട്ടില്ല. ജനങ്ങളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സാത്താൻ പലപ്പോഴും ചുരുണ്ട് പറയാറുണ്ട്. പലപ്പോഴും നമ്മുടേതായ ചിന്തകളും ആരോ നമ്മോട് എന്തോ പറഞ്ഞുവെന്നോ ആരോ നമ്മോട് സംസാരിക്കുന്നുവെന്നോ തോന്നുന്ന ചിന്തകളും പലപ്പോഴും നമ്മുടെ സ്വന്തം ചിന്തകളായിരിക്കും. അതിനാൽ ആ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കുക. ഞാൻ പറയാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ. അതുപോലെ എൻ്റെ അനുഭവത്തിനും സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ദൈവം നമ്മെ നയിക്കുന്നു. നാം അവനോട് അടുത്തിരിക്കുമ്പോൾ ഒടുവിൽ അവൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. പക്ഷെ സാത്താൻ നമ്മിൽ പരിധികൾ സ്ഥാപിക്കുന്നു. ഉദാഹരണത്തിന് ആ നിർണായക നിമിഷം ഓർക്കാം. ഏസാവിൻ്റെ വംശത്തിൽ നിന്നുള്ള അബ്രഹാമിൻ്റെ നേരിട്ടുള്ള വംശജനായ യാക്കോബ് യേശുവിനോടൊപ്പം പ്രശസ്തമായി കുരുക്കി പിടിച്ചപ്പോൾ പരിശുദ്ധ ബൈബിൾ അതെന്താണെന്ന് വ്യക്തമാക്കുന്നു. അത് ഒരു ദൂതനാണെന്ന്. പക്ഷേ ഒരു പ്രത്യേകവും ആഴമുള്ളതുമായ എഴുത്തിൽ ഒരു നല്ലതും ആദരിക്കപ്പെടുന്നതുമായ എഴുത്തുകാരൻ അതിനെ അതീവ ജീവന്തമായി വിവരിക്കുന്നു. അത് നടക്കുമ്പോൾ തന്നെ സേത്താൻ തന്നെ അവൻ്റെ പിന്നിൽ കപടമായി കിളിർത്ത് നീ ഈ പോരാട്ടത്തിൽ ഒരിക്കലും ജയിക്കാനാവില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി പറയുകയും അവൻ്റെ മനസ്സിൽ സംശയവും നിരാശയും വിതരാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ജയിച്ച് ദ്വേഷം നിറയാൻ ഇടയാക്കുകയും ചെയ്തു. സാധാരണയായി പറഞ്ഞാൽ അതിഭൗതിക ലോകത്തോട് നമ്മൾ അത്യന്തം ജാഗ്രതയോടെ സമീപിക്കണം. കാരണം അവിടെയാണ് സാത്താൻ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ളത്. സത്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയ അനേകം പ്രസ്ഥാനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാത്താൻ ഉടനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ മുമ്പിലേതിലും കൂടുതൽ ഭീകരമായ മതഭ്രഷ്ടതയിലേക്കാണ് അവസാനിച്ചത്. തീർച്ചയായും ശരിയാണ്. തീർച്ചയായും നിങ്ങളിപ്പോൾ സസ്യാഹാരമാണ് പിന്തുടരുന്നത്. മറ്റുള്ളവർക്കും സസ്യാഹാരം ശുപാർശ ചെയ്യുമോ? ഇന്നത്തെ കാലത്ത് സസ്യാഹാരം അനിവാര്യമാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഞാൻ പൂർണ്ണമായും അർത്ഥമാക്കുന്നത് ഞാൻ മാംസാഹാര ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇന്നത്തെ സസ്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ വളർത്തുന്നില്ലെങ്കിൽ വളരെ പോഷകക്കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മുട്ട കഴിക്കാൻ നിർബന്ധിതരാകും. മുട്ടകളെ യഥാർത്ഥത്തിൽ മാംസം മാത്രമല്ല എല്ലാ ജീവികൾക്കും ആവശ്യമുള്ള ഏക മൃഗ ഉൽപ്പന്നമാണ്. വളർന്നതെന്നതിൽ മാത്രം ഒതുങ്ങാതെ ഒരു പൂർണ്ണ ജീവി അതിൽ നിന്നും മുഴുവൻ രൂപപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിലുണ്ട്. അതിനാൽ അതിൽ മുഴുവൻ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം പീഡനം വരുമെങ്കിൽ അപ്പോൾ നമ്മൾ അവയെ വളർത്താൻ തുടങ്ങുമെന്നതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ അതിന് വേറെയായി വയ്ക്കണം. അതിനാൽ മുട്ടകൾ നമ്മൾ 99% സസ്യാഹാരത്തിൽ തന്നെയായിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കാൻ അപ്പം ഉണ്ടാക്കണം. ഇന്നത്തെ ഭക്ഷണത്തിലെ ഏറ്റവും വിഷമുള്ള വസ്തുവായി അപ്പം ശത്രു മാറ്റിയിരിക്കുന്നു. ഇന്നത്തെ ഗോതമ്പിൻ്റെ ജനിതക ഘടന മാറ്റം വരുത്തിയിരിക്കുന്നു. അതിനാൽ അത് അത്യന്തം അപകടകരമായിരിക്കുന്നു. എന്നാൽ എമ്മർ പോലുള്ള എല്ലാ ഇനങ്ങളും അവ ഉണക്ക ഈസ്റ്റ് ഉപയോഗിച്ചാണ് മാത്രം ഉണ്ടാക്കേണ്ടത്. പുതിയ ഈസ്റ്റ് ഉപയോഗിച്ച് ഒരിക്കലുമല്ല. അപ്പം ചുളിവുകളും പാളികളും ഉണ്ടാവുന്ന വിധത്തിൽ പൂർണ്ണമായും ഉണക്കി വേവിക്കണം. അത് ഒരു ദിവസം വെച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇതുപോലെയുള്ളവ. ഞാൻ അതിലിപ്പോൾ പ്രവേശിക്കില്ല, എങ്കിലും ഞാനതിൽ വളരെ സമയം ചെലവിട്ടിട്ടുണ്ട്. നാരെയും തന്നെ. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നത് കുറച്ച് കൂടുതൽ ആളുകൾക്ക് വിശദീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യവാനാണോ, അതോ അതിൻ്റെ ചില ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ടോ? അതാണ് എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത്.
എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമോ? എന്തെന്നാ, ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നു, ഞാൻ ശാരീരികമായ ജോലികളും ചെയ്തു. ഞാൻ പലപ്പോഴും വളരെ ദൂരം ഡ്രൈവ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഒരു ദിശയിൽ മാത്രം 600 കിലോമീറ്റർ വരെ. അതൊരു വലിയ യാത്ര തന്നെയാണ്. എനിക്ക് സാധാരണ പോലെ ജോലി ചെയ്യാൻ കഴിയുന്നു, പക്ഷെ ഞാൻ മുമ്പത്തെ പോലെ തന്നെ അല്ലെന്ന് തോന്നുന്നു. കുറച്ച് ബലഹീനമായിരിക്കുന്നു. ഞാൻ ഒരു തോതിൽ ബലഹീനത അനുഭവപ്പെടുന്നു. അതിനായി ഞാൻ ദൈവത്തോട് നന്ദിയുണ്ട്. കാരണം വാസ്തവത്തിലെ അതാണ് എന്നെ അപ്പസ്തോലൻ പൗലോസിന്റെ ആഴമുള്ള ഉദാഹരണത്തെ പോലെ തന്നെ എപ്പോഴും ആഴത്തിൽ വിനയത്തോടെ നിലനിർത്തുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും അഹങ്കരിക്കാതെയും അവസാനം ദൈവത്തിൽ നിന്ന് അകന്നു പോവാതെ ഇരിക്കാനാണ്. അതിനു നന്ദി. നിങ്ങൾക്കതിന് നന്ദി. അപ്പോൾ പറയാം, ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യങ്ങളിൽ ഒന്നായി, ജീവിതത്തിൽ അത്രയും ആഴമുള്ള ഒരു ദുരന്തവും അത്യന്തം വലിയ ദുഃഖവും അനുഭവിച്ച ഒരാളായി നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും ഗുരുതരമായ രോഗങ്ങളുമായി പോരാടുന്നവർക്കും ഒരു പ്രധാനമായ കാര്യത്തിൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? അവർക്കായി ഒരു സന്ദേശം നൽകാൻ ഞാനത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ഞാനൊരു കാര്യം പറയാം. ദൈവം, പരിവർത്തനവും രക്ഷയും സംബന്ധിച്ച ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതെന്തെന്നാൽ, ആഫ്രിക്കയിൽ ഒന്നുമില്ലാത്ത കറുത്തവരെ ദൈവം അവരൊന്നും ചെയ്യാതെ തന്നെ സുഖപ്പെടുത്തുന്നു. കാരണം അവർക്ക് അത് ചെയ്യാൻ കഴിയില്ലാത്ത അവസ്ഥയിലാണ് അവർ. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നിടത്ത് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് മാറാനും സസ്യസാരങ്ങൾ ഉപയോഗിക്കാനും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവയാൽ പോലും ഗുരുതരമായ രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിയില്ല. അതിനാണ് ദൈവത്തിന്റെ സഹായം ആവശ്യമാവുന്നത്. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇറച്ചി, മദ്യപാനം, കാപ്പി, സിഗരറ്റ്, ഹാനികരമായ വസ്തുക്കൾ, കറുത്തയും പച്ചയുള്ള ചായ, അങ്ങനെ എല്ലാ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളും ഉപേക്ഷിക്കാം. എൻ്റെ പേജിൽ വഴിമാറി പറയട്ടെ, ഞാൻ നിങ്ങളെ അത്യന്തം ശുപാർശ ചെയ്യുന്നു. എനിക്ക് ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും 2 പ്രത്യേക പേജുകളും ഗ്രൂപ്പുകളും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആരോഗ്യകരമായ പോഷകാഹാരത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിഭാഗം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. നാനാതരത്തിലുള്ള പ്രശസ്തരായ എഴുത്തുകാരിൽ നിന്ന് ഞാൻ ശ്രദ്ധയോടെ സമാഹരിച്ചൊരു വിശദമായ പുസ്തകം അവിടെയുണ്ട്. ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, അത്യാവശ്യമായ പ്രധാന അംശങ്ങൾ എന്നിവയെല്ലാം വിശദമായി വിശദീകരിക്കുന്നതാണത്. എനിക്ക് തോന്നുന്നു ദയവായി അതിൻ്റെ പേര് സ്ക്രീനിൽ നോക്കാം. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്കത് ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുകയാണ്. ചില രോഗങ്ങളിൽ, ഉദാഹരണത്തിന് 20 മടങ്ങ് നോന്തിയുള്ള ഫ്രാങ്കിൻസെൻസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്. അതിനാൽ സാധാരണ ഫ്രാങ്കിൻസെൻസ് എക്സ്ട്രാക്റ്റ് ആരോഗ്യകരമാണ്, പക്ഷെ അത് രോഗം സുഖപ്പെടുത്തില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ അത്യന്തം ഗുരുതരമായ രോഗങ്ങളിൽ ഉയർന്ന നോതിയിലുള്ളത് ഉപയോഗിച്ചാൽ അത് സുഖപ്പെടാൻ കഴിയും. അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം ആവശ്യമാണ്. കൂടാതെ ഞാൻ തയ്യാറാക്കിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക ഔഷധങ്ങളും അതിലുണ്ട്. അവയെല്ലാം സ്വീകരിച്ചാൽ അവസാന ഘട്ടങ്ങളിലും ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സാധിക്കും. മറ്റെല്ലാം ദൈവം ചെയ്യുന്നു. തികച്ചും, തീർച്ചയായും. അതിനാൽ നമ്മൾ കഴിയുന്നത്രയും നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ശുപാർശ ചെയ്യുമോ? നമ്മൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ദൈവത്തോടുള്ള പ്രാർത്ഥനയും അവനോടുള്ള സ്ഥിരമായ സമർപ്പണവും അതുമാണ്. പുതിയ ജനനം, അതാണ് അതിൻ്റെ പ്രകടനം. ഞാൻ ഒരാളോടൊരു ചോദ്യം മാത്രം ചോദിക്കാനാവും. നിങ്ങളെ വെറുക്കുന്നവരെയും നിങ്ങളെ ആക്രമിക്കുന്നവരെയും ബിസിനസ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിങ്ങളെ ഹാനിപ്പെടുത്തുന്നവരെയും നിങ്ങൾ കാണുമ്പോഴും ആ വ്യക്തിയോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ട സമയമാണെന്ന് അത് നിങ്ങൾക്ക് സൂചനയാകണം. യേശു തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ചതുപോലെ നാം പോലും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. ഇത് നമ്മൾ നമ്മുടെ ശത്രുക്കൾക്ക് മുന്നിൽ തലകുലിയണം അർത്ഥമല്ല. പക്ഷെ നമ്മൾ വെറുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പോലും നമ്മളെ സമീപിച്ചാൽ അവനെ സഹായിക്കണം. ഗോറൻ, ഈ അത്യന്തം അറിവ് നിറഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായതിന് വളരെ നന്ദി. എനിക്ക് അനുമതിയും തല്ലി ഒരവസാനവും ഗൗരവമുള്ളതുമായ ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടട്ടെ. ദൈവം നിങ്ങളെ ആ ഗുരുതരമായ രോഗത്തു നിന്ന് രക്ഷിച്ചത് നിങ്ങൾ ഈ ലോകത്തൊരു പ്രകാശമായി നിലകൊള്ളാനാണെന്ന് വ്യക്തമാണ്. ദൈവത്തെയും അവൻ്റെ ദിവ്യവചനത്തെയും തുറന്നു പറയാൻ ഇത് നിങ്ങളുടെ അവസാന ഹൃദയസ്പർശിയായ പ്രസംഗമായിരുന്നെങ്കിൽ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള സന്ദേശം എന്തായിരിക്കും? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവവും അവൻ്റെ പുത്രനായ യേശുവും നമ്മെ നൽകിയ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമില്ല.